റേപ്പിനെ നോർമലൈസ് ചെയ്യുന്ന വൈകൃതം ബാധിച്ച കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ആലോചിച്ച് നോക്കി. അവരൊക്കെ സോഷ്യൽ മീഡിയ പറയാണ് ഇങ്ങനെയൊക്കെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കോടതി ചുമ്മാ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ചുമ്മാ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളത് കണ്ടതല്ലേ. അതുകൊണ്ട് അവരെ ഒരു അറ്റൻഷൻ നമ്മൾ അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ദിലീപാണ് കുറ്റക്കാരൻ എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം. അതിന് മുന്നേ നടന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ മറന്നുപോയ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇപ്പോഴും പുറത്തു വരുന്ന വളച്ചൊടിച്ച വാർത്തകൾ മാത്രമേ അറിയാവൂ. പക്ഷെ മുമ്പ് നടന്ന പല കാര്യങ്ങളുണ്ട്, പല തെളിവുകളുണ്ട്. ആ തെളിവിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി 85 ദിവസം എന്തായത് ഉള്ളേ കിടന്നത്. അതിനുശേഷം ഇപ്പോൾ തെളിവുകളൊന്നും പര്യാപ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെ എന്ത് ചെയ്തു പുറത്താക്കിയിരിക്കുന്നത്. ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അന്ന് വന്ന തെളിവുകൾ എത്രയും സ്ട്രോങ് ആയിരുന്നു? ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഒന്ന്, എനിക്കിപ്പോ പറയാനുള്ളത് നമ്മുടെ അഖിൽ മാരാറിനെ കുറിച്ച് സംസാരിക്കണം. അതായത് രാഹുൽ ഈശ്വറിന്റെ ബാക്കിൽ ഇപ്പോൾ അഖിൽ മാരാറും ഈ പറയുന്ന ജയിലിലേക്കാണോ എന്നുള്ളൊരു സംഭവത്തെ കുറിച്ച് സംസാരിക്കണം. അതുമല്ല, ഏറ്റവും വലിയൊരു തെളിവായിരുന്ന നമ്മുടെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു വിഷയവും യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞൊരു വിഷയമുണ്ട്. ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, പക്ഷെ അതിനകത്തുള്ള ഫയലിന്റെ അല്ലെങ്കിൽ വീഡിയോ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത് ആരും കണ്ടിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ദിലീപും ഈ പറയുന്ന ഒരു വക്കീലുമായിട്ടുള്ള ആ ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സംഭാഷണം വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭാഷണം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇത് നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ ആ ഒരു വോയിസും കൂടി നമുക്ക് ഇവിടെ വെച്ച് കേൾക്കണം, എന്നിട്ടൊക്കെ നമുക്ക് തീരുമാനിക്കും. അപ്പൊ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഓരോരുത്തര് ഈ പറയുന്ന ലക്ഷങ്ങൾ വാങ്ങിച്ച് ഇരുന്ന് ദിലീപിനെ വെളുപ്പിക്കുന്നുണ്ട്, കുത്തിയിരുന്നുകൊണ്ട് വെളുപ്പിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക, മറന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ആദ്യമായിട്ട് പറയണത്, ഇപ്പോ അകത്ത് കിടക്കുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടാം പ്രതിയാണ് അല്ലെ. ഈ ഒരു പറയുന്ന പൾസറിനോടൊപ്പം ഈ പറയുന്ന ഈ ഒരു ഗൂഢാലോചനയ്ക്ക് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പൾസർ കഴിഞ്ഞാൽ അടുത്ത മാർട്ടിൻ എന്ന് പറയുന്നത്. അവനാണ് കാർ ഓട്ടിക്കുകയും വിളിച്ചു പറയുകയും ഫോൺ ചെയ്ത് ഇന്നടത്തെത്തി ഒക്കെ പറഞ്ഞ് ഈ ഒരു ഗൂഢാലോചന നടത്താൻ വേണ്ടി കൂടെ നിന്നവർത്തൻ. അവൻ ഉള്ളയിലാവുന്നതിന് മുമ്പ് അവനെ കോടതി ശിക്ഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിത്ത് വീഡിയോ പ്രൂഫ് വരെ കണ്ടെത്തി അവന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം അവന്റെ ഒരു വീഡിയോ ഇപ്പൊ വൈറലായി കണ്ടിട്ട് ആ വീഡിയോ മാറ്റി കൃത്യമായിട്ട് അവൻ സെൽഫ് ഗോൾ അടിച്ച സംഭവങ്ങളെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക എന്നുള്ളതാണ്. അപ്പൊ ആ വീഡിയോ എനിക്കൊന്ന് ആരോ ഭീഷണിപ്പെടുത്തി എന്ത് മണ്ടത്തരമാണ് അവൻ വിളിച്ചു പറഞ്ഞത്, എന്തോ ഒരു സ്ക്രിപ്റ്റിൽ നോക്കിയിരുന്ന് സംസാരിക്കുന്ന സാധനം. അത് മൊത്തം മണ്ടത്തരങ്ങളാണ്. ഒരു സിംഗിൾ പോയിന്റ് പോലും അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്നലത്തെ എന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. മൊത്തം ഉഡായിപ്പായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ദിലീപിന് തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇത് സത്യമാണ്, ഇവൻ പറഞ്ഞതാണ് സത്യമാണ് എന്ന് പറയുന്ന കുറെ ലക്ഷങ്ങൾ വാങ്ങിച്ചിരുന്ന് ഈ പറയുന്ന ഈ വെളുപ്പിക്കൽ ജോലി ചെയ്യുന്ന ന്യായീകരണ ജോലി ചെയ്യുന്ന പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നും അഖിൽ മാരാർ എന്തിട്ടുണ്ട്, അവന്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ പറയുന്ന ഈ മാർട്ടിന്റെ സംഭവം സത്യമാണ്, അവൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഈ പറയുന്ന അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു തന്നെ ഇതുപോലെ കോടതി ശിക്ഷ, അതായത് ഈ അഖിൽമാർ ഉൾപ്പെടെയൊക്കെ പറയുന്നവർ മറ്റൊന്നുമല്ല, നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്ന് നമ്മൾ വാദിക്കുമ്പോൾ ഈ അഖിൽ മാരാർ ഉൾപ്പെടെയുള്ള ഈ ദിലീപിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് കോടതി വിധിയില്ലേ, കോടതിയെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ, കോടതി വെറുതെ വിട്ടവരെ എന്തിന് നിങ്ങൾ പിന്നെ ഇങ്ങനെ കടന്നു പറഞ്ഞു, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവനെ വെറുതെ വിട്ടത്, അപ്പൊ കോടതിയെ മാനിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുന്ന അതേ അഖിൽ മാരാർ തന്നെ കോടതി ശിക്ഷിച്ച പ്രൂഫ് കണ്ട് ശിക്ഷിച്ച 20 കൊല്ലം തടവിന് ശിക്ഷിച്ച അവനെ എടുത്തുകൊണ്ട് ഇതല്ല സത്യം, കോടതി സത്യം പറഞ്ഞു കഴിഞ്ഞാല് തെറ്റായിട്ടുള്ള നിരപരാധിയായ ഒരു പ്രതിയെയാണ് ശിക്ഷിച്ചത് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇത് ചെയ്യുന്നതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഇരട്ടത്താപ്പല്ലേ? ദിലീപിന്റെ കാര്യത്തിൽ കോടതി പറയുന്നതൊക്കെ സത്യസന്ധമാണ്, പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ വിട്ടത് എന്ന് വാദിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്നവൻ കുറ്റക്കാരനല്ല, അവൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മുമ്പേ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ഈ പറയുന്ന അഖിൽ മാരാർ ഉൾപ്പെടെ
പറയും. അതായത് ഈ കാറിനകത്ത് വെച്ച് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾ ഡെമോ കാണിച്ചു നോക്ക്, ഡെമോ എടുത്ത് നോക്ക് എന്ന് വാദിക്കും. ഇത് മറ്റെവിടെ, അതായത് അവിടെ പീഡനമേ നടന്നിട്ടില്ല. ഈ നടി പറയുന്നത് മൊത്തം പച്ചക്കള്ളമാണെന്നും നടിയുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയൊക്കെയാണ് ഈ അഖിൽ മാരാറെ പോലുള്ള നാറികൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവർക്കെതിരായിട്ട് ഇപ്പോ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അഖിൽ മാറിനെ കുറിച്ച് നമ്മുടെ മൊട്ട പറയുന്ന കുറച്ച് സെന്റൻസ് ഉണ്ട്. ഇത്രയും എന്താണ്, ആദ്യം ഞാൻ കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. കരുതിയിരുന്നുള്ളൂ, പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ചില ആളുകളെ. റേപ്പിനെയൊക്കെ ചില സോഷ്യൽ മീഡിയയിലെ താരങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ വന്ന് നോർമലൈസ് ചെയ്യുന്നത് കണ്ടിട്ടേ നമ്മൾ ഞെട്ടിപ്പോയി. റേപ്പിനെ നോർമലൈസ് ചെയ്യുന്ന വൈകൃതം ബാധിച്ച കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ആലോചിച്ച് നോക്കും. അവരൊക്കെ സോഷ്യൽ മീഡിയ പറയാണ് ഇങ്ങനെയൊക്കെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കോടതി ശിക്ഷിച്ച ഒരു കേസാണ്. ആ കേസിൽ ഇനി തെളിയേണ്ടത് ഗൂഢാലോചന മാത്രമാണ്. അതിനെയാണ് നോർമലൈസ് ചെയ്യുന്നത്. അത് എന്താ നമ്മൾ പറയുക, ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം നടത്തുന്നവരുണ്ട്. അത്രേ തൽക്കാലം ഇപ്പോൾ പറയുന്നുള്ളൂ. നിയമ നടപടികൾ ഉണ്ടാവും എന്നുള്ളത് മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിച്ചോളൂ, ഈ വലയിലെങ്ങും പോയി വീഴരുത്. പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ കോടതി കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയ വാദങ്ങളെ തള്ളിക്കൊണ്ട് ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്കൊക്കെ പോയി തലവെച്ചു കൊടുത്ത ഒടുവിൽ ജയിലിൽ കിടക്കാം. അതായത് മറ്റൊന്നുമല്ല, റേപ്പിനെ വരെ നോർമലൈസ് ചെയ്തു പറയുന്ന കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നവർക്കൊക്കെ എന്താണ്, അവർക്കൊക്കെ മനുഷ്യരാണോ എന്നാണ് ചോദിക്കുന്നത്. അവർക്കൊക്കെ എന്തോ വൈകൃതം ബാധിച്ചിട്ടുണ്ട്, അവരൊക്കെ മനുഷ്യരാണോ എന്നാണ് നമ്മുടെ ഒട്ട വീണു ചോദിച്ചിരിക്കുന്നത്. സത്യം തന്നെയാണ് അല്ലെ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേട്ടനെ നിങ്ങൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. പേട്ടൻ നിരപരാധിയാണോ എന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന കേസ്, ആ വാദം ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ക്രൂശിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ഇതിനകത്ത്. അവൾ മോശക്കാരിയാണോ എന്ന് ചിത്രിച്ചത്, അവൾ മോശക്കാരിയാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ടല്ല നിങ്ങളുടെ പേട്ടനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. മനസ്സിലായോ? അപ്പോ അതിനെതിരായിട്ട് വരുന്നുണ്ട് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ ബാക്കിലെ നമ്മുടെ അഖിൽ ഇരാർക്കും പോയി കിടക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ മെമ്മറി കാർഡ് ഇഷ്യൂ ആണ് അല്ലേ. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായിട്ടുള്ള ഇഷ്യൂ. അതിനകത്ത് നമ്മുടെ മറ്റൊരു വെളുപ്പിക്കൽ വീരനായ നമ്മുടെ പണിക്കരേട്ടൻ പറയുന്നത് എങ്ങനെയെന്ന് ആദ്യം കേൾക്കാം. അതൊന്ന് കേട്ടു. ഓക്കെ, 8 വീഡിയോ ഫയലുകൾ ഉണ്ടെങ്കിൽ ആ 8 വീഡിയോ ഫയലുകൾക്കും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഹാഷ് വാല്യൂ ഉണ്ട്. അത് ഈ വീഡിയോ ഫയലുകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടാമ്പർ ചെയ്താൽ ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് 2 ഹാഷ് വാല്യൂ ആണ്. ഒന്ന് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ, രണ്ടാമത്തേത് ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ. ഇതിൽ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിൽ അടക്കം പറഞ്ഞിരുന്നു, മാറിയിരിക്കുന്ന ഹാഷ് വാല്യൂ ഇതിന്റെ മെമ്മറി കാർഡിൻ്റെതാണ്, അതല്ലാതെ അതിലുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടേതല്ല എന്നുള്ളതാണ് ലാബിന്റെ റിപ്പോർട്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഈ കേസിലേക്ക് ആസ്പദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്നത് ഒരു തരത്തിലും ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടില്ല, അഥവാ അത് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ പണിക്കരെണ്ണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മറ്റൊന്നുമല്ല, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയത്. പക്ഷെ അതിനകത്തുള്ള ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. നിങ്ങൾ കിടന്ന് ചാടേന്ന് വേണ്ട. അങ്ങനെ ആരും അത് അക്സസ് ചെയ്തിട്ടില്ല, ആരും അത് കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ഇനി വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അഭിഭാഷകനുമായി സംസാരിച്ച ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇവിടെ വെക്കാം. ഇതിനകത്ത് ദിലീപിന്റെ സൗണ്ട് ഇല്ല, അതൊരു മ്യൂട്ട് എന്തോ ആണ്. ഇതിനകത്ത് അഭിഭാഷകൻ പറയുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ അകത്ത് കയറി വാദിക്കാൻ വല്ല, അത് ദിലീപിന്റെ സൗണ്ട് അല്ലല്ലോ എന്ന് വാദിക്കാൻ വരില്ല. ഇപ്പോഴും സ്റ്റിൽ ഇത് പറയുന്ന എല്ലാ ചാനലുകളും ദിലീപിന്റെ ഫോൺ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അത് ആരും ഇതുവരെക്കായിട്ടും ഖണ്ഡിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കേസ് കൊടുത്തതിന് മുമ്പ് ഈ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആകുമായിരുന്നു. അതുകൊണ്ട് ആ വാദം വേണ്ട. ഇത് ദിലീപിന്റെ അഭിഭാഷകനുമായി സംസാരിച്ച സാധനം തന്നെയാണ്. അതിനകത്ത് കൃത്യമായി നിങ്ങളിത് കേൾക്കണം. നിങ്ങൾ ആദ്യം ഇത് മൊത്തം കേൾക്കണം. കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ്, നമ്മൾ ഇത് നേരത്തെ കണ്ടതല്ലേ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ സാധനം ഒന്ന് കേട്ടു നോക്ക്. ഓക്കെ. ദിലീപും അഭിഭാഷകൻ സുജീഷ് മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണം മാതൃഭൂമി ന്യൂസിന്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ കണ്ട ശേഷമുള്ളതാണ് സംഭാഷണം. കോടതിയിൽ കാര്യങ്ങൾ തന്ത്രപൂർവ്വം ബോധ്യപ്പെടുത്താമെന്ന് അഭിഭാഷകൻ സംഭാഷണത്തിൽ പറയുന്നു.
ഇല്ല, ഇപ്പോൾ ഫിലിപ്പിച്ചാൻ പുള്ളിയോട് ഫിലിപ്പിച്ചാൻ പുള്ളിയോട് അതിന്റെ ചേട്ടനായിട്ട് സംസാരിച്ച കാര്യങ്ങൾ പുള്ളിയോട് ചോദിക്കായിരുന്നു. അത് പുള്ളി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ പുള്ളി അതിൽ മറ്റേ ക്വസ്റ്റനെയറിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നല്ല, ഞാനിപ്പോൾ അതിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു മൊബൈൽ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പ്രിപ്പയർ ചെയ്താൽ. അപ്പോൾ നമുക്ക് വന്നിട്ട് അത് ഓരോ പോയിന്റ് വൈസ് നമുക്കത് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇല്ല, അത് പുള്ളി ഇപ്പം അതിന്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു, അതിന്റെ ഒരു ക്ലാരിറ്റി ഇതും വെച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവം. സോ നമുക്കത് അതിൽ പുള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇത് മൊബൈലിലാണ് എടുത്തതെന്ന് നിങ്ങൾ പറയുന്നതിനെ ഏത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളത് കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം പുള്ളി ഇതിനകത്തുണ്ട്. അതിനെ ഈ സമയത്ത് ഈ മൊബൈൽ വെച്ച് കണ്ടു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ വ്യക്തമാക്കി, എങ്ങനെയാണ് നിങ്ങളത് കണ്ടുപിടിച്ചത്? അതിനുള്ള ഉത്തരം ഇവർ തരണം. അപ്പൊ അത് ക്വസ്റ്റ്യനെയറിൽ വന്നിട്ടുണ്ട്. കാര്യം പുള്ളിക്ക് പുള്ളിക്ക് ഈ സാധനം കിട്ടുകയാണെങ്കിൽ അവരുടെ ലാബിൽ കൊണ്ട് ഇത് പരിശോധിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ള. പക്ഷെ ഇപ്പൊ അത് കാണുന്നത് മാത്രം ആയതുകൊണ്ടുള്ള ഒരു സംഭവം. പക്ഷെ പുള്ളി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക. ഒന്ന് ഇപ്പൊ ഇവരൊന്ന് എ സിയുടെ സൗണ്ടിന് എങ്ങനെ വ്യത്യാസം ഉണ്ടാവും? എ സിക്ക് ഓടുകയാണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. എ സിയുടെ ശബ്ദം അല്ല, ഇടയ്ക്ക് പക്ഷെ വിഷ്വൽസ് വേറെ ദിശയിൽ പോകുന്നുണ്ടല്ലോ. ഇടയ്ക്ക് വിഷ്വൽസ് അടിയിലേക്കും ഫ്ലോറിലേക്കും ഒക്കെ ആയിട്ട് തെറ്റി പോകുന്നില്ലേ? പക്ഷെ ഒരു ഓടുന്ന വണ്ടിയാണെന്ന് കാണിക്കുന്ന രീതിയിൽ മൊബൈലിട്ട് കളിച്ചിട്ടുമുണ്ട്. അത്യാവശ്യം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. അതല്ല ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ചുമ്മാ അവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ചുമ്മാ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മളത് കണ്ടതല്ലേ. അതുകൊണ്ട് അവരെ ഒരു അറ്റൻഷൻ നമ്മൾ അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പല പ്രാവശ്യം കണ്ട അവര് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം വന്നപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയതല്ല. അത് നമുക്ക് പതുക്കെ ചെയ്യാം. ഒരാളെ പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അവരെ പതുക്കെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരോട് സത്യം മനസ്സിലാക്കിപ്പിക്കുക. ഇന്ന് ആദ്യമൊക്കെ മസിൽ പിടിച്ചെങ്കിലും അവർ കുറച്ചങ്ങോട്ട് അയഞ്ഞില്ലേ അവസാനമായപ്പം? നല്ല വ്യത്യാസമായി. അല്ലാതെ നമ്മൾ നേരിട്ട് അവരോട് ഇന്ന് പറഞ്ഞ് ഇത് കള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെ ആ രീതിയിൽ ഒരു ടാക്ട്ഫുള്ളേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായി, നിങ്ങൾ വന്നത് ഏറ്റവും നന്നായി. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഇതും നിങ്ങൾ വരണ്ടെന്നുള്ള സ്റ്റാൻഡിലായിരുന്നു. സാറത് പറഞ്ഞ സാറിനെ അതെ പുള്ളി ഇദ്ദേഹം ഇറങ്ങാൻ നിൽക്കുമോ? നമുക്ക് സംസാരിക്കാം, നാളെ കാണാം. ശരി. ഓക്കെ, കണ്ടോ അവർ പറഞ്ഞു കേട്ടോ. അതായത് ഈ മെമ്മറി കാർഡിന്റെ വിഷയം ഈ ഒരു വീഡിയോ കോടതി കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ അതിനകത്ത് പാസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന ഈ സംഭവത്തിൽ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പാസ് ചെയ്ത് കാണിച്ചത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അത് നമ്മൾ നേരത്തെ, അതായത് ഇവര് നേരത്തെ ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉന്നയിക്കാൻ പറ്റും ഇതൊക്കെ നേരത്തെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇത് നേരത്തെ കണ്ടതല്ലേ, നമുക്ക് അവിടെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇവർ ആ സ്ഥലം വരുമ്പോൾ പാസ് ചെയ്യും. ഈ കോടതി ഈ ഒരു വീഡിയോ കാണിക്കുമ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇതാണോ, ഇത് ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ എന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് കോടതിയെ പതുക്കെ നമുക്ക് സ്വാധീനിക്കാം. പെട്ടെന്ന് ചെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു. പതുക്കെ പണ്ട് ആദ്യം ഭയങ്കര കടുംപിടുത്തം പിടിച്ച് നിന്നുവെങ്കിലും പിന്നീട് കോടതി നല്ല രീതിയിൽ അയഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ ശബ്ദരേഖയാണ് ഇത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിരിക്കുന്നത് എന്താണ് ഈ പറയുന്ന ദിലീപ് തന്നെ. ദിലീപ് എന്തായാലും ഈ മെമ്മറി കാർഡ് അല്ലെങ്കിൽ മറ്റേ ലക്ഷയിൽ കൊണ്ടുകൊടുത്ത ഏതിലോ ഒരു സാധനത്തിൽ ഈവൻ കൃത്യമായിട്ട് ഇത് കണ്ടിട്ടുണ്ടെന്ന് എന്നുള്ളത് ഈ ഒരു എന്താണ് വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുമല്ല, ഇവിടെ ബാലചന്ദ്രകുമാർ കൃത്യമായിട്ട് അവന്റെ വീട്ടിൽ നിന്ന് അവർ ഈ ഒരു വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് അതിന്റെ വോയിസ് ഉൾപ്പെടെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതി എന്തിനൊക്കെയാണ് അതിന്റെ തള്ളിയതെന്ന് നമുക്ക് അറിയപ്പെടുത്തവില്ല. കൊടുത്ത വോയിസ് ഇതുവരെയൊക്കെ നമുക്ക് അറിഞ്ഞും കൂടെ എന്ത് വോയിസ് ഒക്കെ എന്തൊക്കെ ഇനി പുറത്ത് വരുമായിരിക്കാം. ഇനി ഡീറ്റെയിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഇതും കൂടി കേട്ടുവെക്ക്. ശ്രീജ, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങളുടെ പകർപ്പ് വേണമെന്ന് ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ കോടതി പക്ഷേ ആ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. പിന്നീട് കോടതി പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണാനുള്ള അവസരം നൽകാം അഭിഭാഷകനും ദിലീപിനും എന്നതായിരുന്നു. ഇങ്ങനെ വിചാരണ കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം ദിലീപിൻ്റെ അഭിഭാഷകനായ സുജേഷും ദിലീപും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത്. അതിൽ അഭിഭാഷകൻ പറയുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കോടതിയെ ടാക്ട്ഫുള്ളായി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് ദിലീപിന്റെ അഭിഭാഷകനായ സുജേഷ് ആദ്യം പറയുന്നത്. തന്ത്രപൂർവ്വം ചില കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നമ്മൾ കൃത്യമായി പോസ് ചെയ്ത് കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് ഈ കേസിൽ ഗുണകരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ പതിയെയാണ് നമുക്ക് ഒരാളെ സ്വാധീനിക്കാൻ കഴിയുക എന്ന കാര്യം അഭിഭാഷകൻ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന ഏറ്റവും ഒടുവിൽ പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ എന്ന കാര്യം കൂടി ദിലീപിന്റെ അഭിഭാഷകനായ സുജേഷ്
സുജേഷ് പറയുന്നു. അതായത് ഇത് കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ഈ ദിലീപും അഭിഭാഷകനും നേരത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഇവരുടെ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാണ്. പിന്നീട് ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കോടതിയിലേക്ക് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയതെന്നും അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ ഇവർ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിനെ സാധൂകരിക്കുന്ന ഒരു തെളിവായിട്ടാണ് ഈ ശബ്ദ സംഭാഷണം അന്വേഷണ സംഘം മനസ്സിലായല്ലോ. ഇത് കൃത്യമായിട്ട് ഈ ഒരു വോയിസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ഒരു വോയിസിൽ ദിലീപല്ല, മറുവശത്ത് ദിലീപല്ല എന്നൊന്നും ആരും വാദിക്കാൻ വരണ്ട. അത് ദിലീപ് തന്നെയാണ്. സ്റ്റിൽ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയകളിലും ദിലീപും ഈ പറയുന്ന കോടതി വക്കീലുമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞ് തന്നെ ഇപ്പോഴും അത് അവിടെ കാണണമെങ്കിൽ അതിന് നിങ്ങൾ ആരും സംശയിക്കേണ്ട. ഈ ഒരു സാധനം, ഈ ഒരു വോയിസ് സത്യം പറഞ്ഞാൽ പ്രോസിക്യൂട്ടർ എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്. ഇതിനെയും തള്ളി എന്നാ പറയുന്നത്. മനസ്സിലായി? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇത് മുമ്പേ കണ്ടത് കൊണ്ടാണ് ഇവർ പാസ് ചെയ്ത് ഇന്ന സ്ഥലങ്ങളിൽ പാസ് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയും. അതുമല്ല, കോടതി നമുക്ക് പതുക്കെ സ്വാധീനിക്കാൻ വരട്ടെ. നമ്മളിപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ. ആദ്യം ഭയങ്കര കടുംപിടുത്തം പിടിച്ചു നിന്ന പിന്നെ കോടതി ഇപ്പൊ ഇങ്ങനെ ആയി. ഇപ്പൊ ഈ ഒരു വോയിസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊന്നും ഫേക്ക് അല്ല, ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ എങ്ങനെയുടെ ഈ പറയുന്ന ദിലീപിനെ തള്ളി പറയാതിരിക്കും? എങ്ങനെ തള്ളി പറയാതിരിക്കും? ഇതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കോടതി പറയുന്നു പിന്നെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ, അതിനകത്തിരിക്കുന്ന ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ദിലീപ് എങ്ങനെ കണ്ടു? അതുപോട്ടെ, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി? കോടതിക്കകത്തിരിക്കുന്ന സാമാനത്തിന്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി? അതിന്റെ ഉത്തരവാദിത്വം എന്തിനെടുത്തു, ഏതിനെടുത്തു? അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണ്ടേ? അതിനെക്കുറിച്ച് ഇത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയുള്ളൂ, അത് സ്വാഭാവികം മാറി, മറ്റേതൊന്നും മാറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ തള്ളി വിട്ടാൽ മതിയോ? ജനങ്ങൾക്ക് ബോധ്യം വരണ്ടേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോഴും വലിയ കളികൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സാധാരണക്കാരനായ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.